ഞാൻ ഡോക്ടർ ജയകുമാർ, ഇൻ്റഗ്രേറ്റഡ് ആയുഷ് മെഡിക്കൽ യൂണിറ്റ് കരിപ്പൂരിലെ സിദ്ധ മെഡിക്കൽ ഓഫീസറാണ്. തൈറോയ്ഡ് നമ്മൾ ചികിത്സിക്കാതെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് നോഡ്യൂൾസ് വരാം. നമ്മൾ തൈറോയിഡിനകത്ത് നോഡ്യൂൾസ് വന്നിട്ട് ആ നോഡ്യൂൾസ് കാലക്രമേണ തൈറോയ്ഡ് ക്യാൻസറിലോട്ട് നമുക്ക് കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് നമ്മൾ തൈറോയ്ഡ് രോഗങ്ങൾ കറക്റ്റായിട്ട് ഒരു ചികിത്സ നമ്മൾ പാലിക്കേണ്ടതാണ്. നമ്മളെ TSH ലെവൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് നമ്മളതിനെ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്ത് അത് നമ്മൾ നോർമലാക്കി കൊണ്ടുവരേണ്ടതാണ് തൈറോയ്ഡ് രോഗികൾ. പിന്നെ തൈറോയ്ഡ് രോഗത്തിന് നമ്മൾ സിദ്ധ ചികിത്സയിൽ ധാരാളം മരുന്നുകൾ നമ്മൾ തൈറോയിഡിൻ്റെ ഹോർമോണിനെ നമ്മൾ സന്തുലിതാവസ്ഥയിൽ എത്തിക്കാനായിട്ട് മരുന്നുകൾ ഉള്ളിൽ തരുന്നതാണ്. പിന്നെ പുറമെ നോഡ്യൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ പുറമേ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു വീക്കം ഉണ്ടാകും. ആ വീക്കം കുറയ്ക്കാനായിട്ട് പുറമേയും നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ്. തൈറോയ്ഡ് രോഗത്തിന് നമ്മൾ പാലിക്കേണ്ട ഡയറ്റിനെ പറ്റിയാണ്. നമ്മൾ ഈ ക്രൂസിഫറേ ഫാമിലിയിൽ അടങ്ങിയിരിക്കുന്ന ക്യാബേജ്, കോളിഫ്ലവറൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതിന് പുറമെ സോയ ചങ്ക്സ് എന്ന് പറയുന്ന സാധനം, അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട്, മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെ ഒഴിവാക്കിയാൽ നമുക്ക് തൈറോയ്ഡ് രോഗങ്ങൾക്ക് നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു മുക്തി നേടാൻ കഴിയും.